ഹലോ, എല്ലാവർക്കും സ്വീറ്റ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ക്രാഫ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളെല്ലാവരും വേസ്റ്റാക്കി കളയുന്ന നമ്മുടെ മുട്ടത്തൊണ്ട് വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലവർ നിങ്ങൾക്ക് കാണുമ്പോൾ നമ്മുടെ തുലിപ്പ് ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ക്രാഫ്റ്റ് നല്ല ഈസിയാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുവാണെങ്കിൽ ഇനി നിങ്ങൾ മുട്ടത്തൊണ്ടൊന്നും എന്തായാലും വേസ്റ്റാക്കി കളയില്ല. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മുട്ടത്തൊണ്ട് വെച്ചിട്ട് നല്ലൊരു തുലിപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്ന മുൻപ് നിങ്ങൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. നിങ്ങൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്ത് ഇടണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മുട്ടത്തൊണ്ടാണ്. ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ മുട്ട പൊട്ടിക്കുന്ന സമയത്ത് പകുതിയായിട്ട് പൊട്ടിക്കരുത്, മുകൾ ഭാഗം മാത്രം പൊട്ടിച്ചെടുക്കാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഓറഞ്ച് കളർ പെയിൻ്റാണ്. ഞാനിവിടെ അക്രലിക് കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ യെല്ലോ കളർ. നിങ്ങൾക്ക് അക്രലിക് കളേഴ്സിന് പകരം നിങ്ങൾക്ക് വാട്ടർ കളറും യൂസ് ചെയ്യാം. പിന്നെ ഗ്രീൻ കളർ. ഇത്രയും മാത്രം ആവശ്യമുള്ളൂ നമ്മുടെ കളേഴ്സ്. ഇനി നമുക്ക് നമ്മുടെ മുട്ടത്തൊണ്ടിന് മുകളിലായിട്ട് നമ്മുടെ യെല്ലോ കളറ് നമുക്ക് എല്ലാ ഭാഗത്തും ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തുമായിട്ട് നമ്മുടെ യെല്ലോ കളറ് പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു കളറ് ഡ്രൈ ആവുന്നതിനായിട്ട് മുൻപ് തന്നെ നമ്മൾ ഓറഞ്ച് കളർ എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലൊന്ന് അടിയിലേക്ക് ഇതുപോലൊന്ന് വലിച്ചു കൊടുക്കണം നമ്മുടെ ബ്രഷ് വെച്ചിട്ട്. കുറച്ച് പെയിൻറ്റ് എടുത്തിട്ട് നമ്മുടെ മുകൾ ഭാഗത്തായിട്ട് വെച്ചതിന് ശേഷം മേലെന്ന് അടിയിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ചിട്ട് വലിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമ്മുടെ തുലിപ്പ് ഫ്ലവേഴ്സിന് ശരിക്കും ഒരു പെറ്റൽസ് പോലെ നമുക്ക് ഫീൽ ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ യെല്ലോ കളർ പെയിൻറ്റ് നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഓറഞ്ച് കളർ പെയിൻറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ തുലിപ്പ് ഫ്ലവേഴ്സിൻ്റെ ലീവ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയൊരു പീസ് ചാർട്ട് പേപ്പർ എടുക്കാം. അതൊരു 3 ആക്കി മടക്കി എടുക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തുലിപ്പ് ഫ്ലവേഴ്സിൻ്റെ ആ ഒരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കണം. ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ
നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രീൻ കളറാണ്. അപ്പോൾ എല്ലാ ഭാഗത്തുമായിട്ട് നമുക്ക് ആദ്യം ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് മുഴുവനായിട്ടും പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ഷെയ്ഡിന് വേണ്ടിയിട്ട് നമ്മൾ യെല്ലോ കളർ എടുത്തിട്ട് ആ ലീഫിൻ്റെ പകുതി ഭാഗം നമുക്ക് ചെറിയൊരു യെല്ലോ ഷെയ്ഡ് കൊടുക്കാം. അപ്പോൾ ഇതുപോലൊരു ഷെയ്ഡ് കൊടുക്കുന്ന സമയത്താണ് ശരിക്കൊരു ഒറിജിനൽ ലീഫിൻ്റെ ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ പൂവിൻ്റെ തണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പർ നീളത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പെന്നിൻ്റെ നിബ്ബ് എടുത്തതിന് ശേഷം ഒരു എഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലൊന്ന് റോൾ ചെയ്ത് കൊടുക്കണം. കുറച്ചൊന്ന് റോൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ നിബ്ബ് ഒന്ന് എടുത്തു മാറ്റാം. അപ്പം അതിന് ശേഷം നമുക്കിതുപോലൊന്ന് മുഴുവനായിട്ട് റോൾ ചെയ്ത് എടുക്കാം. എഡ്ജിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് എടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഗ്രീൻ അക്രിലിക് കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് മുഴുവനായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റെംസും എല്ലാതും പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എല്ലാതും ഒരേ നീളമല്ല, ചിലത് വലുതും ചിലതും ചെറുതായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുട്ടത്തൊണ്ടും പെയിൻറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ലീവ്സും അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ലീഫും ഒരേ സൈസല്ല, ചിലത് വലുതും ചിലത് ചെറുതുമായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സ്റ്റെമ്മിൻ്റെ എഡ്ജ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ആ ഭാഗത്ത് അത്ര നല്ല സ്ട്രോങ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ മുട്ടത്തൊണ്ട് വെക്കുമ്പോൾ അതിങ്ങനെ ഒടിഞ്ഞു പോകും. അപ്പോൾ ആ ഭാഗം അങ്ങോട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ അതിനുശേഷം നമുക്കിത് ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് മുട്ടത്തൊണ്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഫെവിക്കോളും യൂസ് ചെയ്യാം. പക്ഷെ കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലീഫ് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യാം. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നമ്മുടെ ലീഫ് ഇങ്ങനെ വളച്ചു കൊടുക്കണം. ഈ ഒരു ഷേപ്പിലാണ് നമ്മുടെ ലീഫ് ഇരിക്കേണ്ടത്. അപ്പോൾ ചെറുതായിട്ട് നമ്മൾ ഒട്ടിക്കുമ്പോൾ തന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുത്താൽ മതിയാവും. പിന്നെ അടുത്ത ലീഫ് നമ്മൾ കുറച്ച് അടിയിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കൈ വെച്ചിട്ട് മെല്ലനെ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കണം. അപ്പോൾ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു ലീഫ് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് മെല്ലനെ ഒന്ന് വളച്ചു കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ മെല്ലെ
വളച്ചു കൊടുത്താൽ മതിയാവും നമ്മുടെ ലീവ്സൊക്കെ. അപ്പോൾ ഈ ഒരു ലീഫ് ഞാൻ രണ്ടും സ്ട്രെയിറ്റ് ആയിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മുട്ടത്തൊണ്ട് വെച്ചിട്ടുള്ള നമ്മുടെ തുലിപ്പ് ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്രാഫ്റ്റ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി അല്ലേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി തൊട്ട് നിങ്ങളെല്ലാവരും മുട്ടത്തൊണ്ടൊന്നും വേസ്റ്റാക്കി കളയരുത്. ഇതുപോലെ നല്ലൊരു തുലിപ്പ് ഫ്ലവേഴ്സ് ആക്കിയിട്ട് നിങ്ങൾ വീട്ടിലൊന്ന് വെച്ച് നോക്കണം. നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്